എനിക്ക് കീഴ്പള്ളി വരെ ഒന്ന് പോണം. നാരായണൻ നമ്പീശൻ തന്നെ നേരിട്ട് വന്നിരിക്കുക. ഉടനെ കൂടെ ചെല്ലാൻ. എന്താവോ വിശേഷിച്ച്? വിസ്തരിക്കാനൊന്നും നേരെയില്ല, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആരാവോ ഈ പുതിയ അവതാരം? കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ മീരജി, എന്റെ ഭരതേട്ടൻ ഇങ്ങനെ മയക്കെടുക്കാൻ എന്ത് കൈവശം മീരജി കൊടുത്തേ? എന്താ കൈവശം കൊടുത്ത് മയക്കാൻ നീ വല്ലവരും കണ്ടുവച്ചിട്ടുണ്ടോ? ദേ ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, എടുത്തിമൊന്നും ഞാൻ നോക്കൂല. ഒന്ന് പറഞ്ഞു തന്നെ, ആ കരിമ്പാറ പൊട്ടിച്ച് ഇളനീര് കോരിയെടുത്ത മന്ത്രവിദ്യ എന്താന്ന്? എനിക്ക് കാശ് വേണം, ഒരു 2000 രൂപ വളരെ അത്യാവശ്യ. കടായിട്ട് മതി, കൈ കിട്ടുമ്പോ തിരിച്ചു തരും. വേണാച്ച പലിശയാവാം. എവിടുന്നാ വിശ്വട്ടാ കാശ്? തിരിച്ചേരി ബാലരാമ പിഷാരിയുടെ മോളല്ലേ നീയേ? 4:45 നിന്റെലും കാണാതിരിക്കുവോ? ഇപ്പൊ ഒന്നുമില്ല. നിന്റെ ഉണ്ടോടി? ഉണ്ട്, പക്ഷെ സ്റ്റേറ്റ് ബാങ്കിനകത്താ. ലോക്കറിന്റെ താക്കോല് ഇരിങ്ങണ്ണൂർ മച്ചും പുറത്തും. എന്താ ഇപ്പൊ ചെയ്യേണ്ട വിശ്വട്ടാ? കോമഡി പറയാ നീ. ഒരു പണി, ഞാൻ കൂടെ വരാം, ഗേറ്റിംഗ് കാത്തുന്നോളാം. നീ വീട്ടിൽ ചെന്ന് എടുത്ത് തന്നാ മതി. അവിടെ കാശില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? അതൊന്നും പറഞ്ഞാ പറ്റില്ല, വളരെ അത്യാവശ്യമുണ്ട് എനിക്ക്. എന്താ അത്യാവശ്യം? കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനൊക്കെ അല്ലേ? ആടേ, അതിന് തന്നെയാ. ഞാൻ കുടിക്കും, കളിക്കും, പെണ്ണു പിടിക്കും. അല്ലാണ്ട് ഞാനും വാങ്ങലും പണ്ഡിതരായ പട്ടം. ഞാനും എഴുതണ പൊത്തകം. ചേടാ, തറവാട്ടിലൊരു മഹാനുണ്ടെന്ന് വെച്ച് അവിടെ കിടക്കണ പട്ടിക്ക് ഉണ്ടാകണമെന്നുണ്ടോ മഹത്വം? അവിടെ നിന്ന് ഞാനും നിന്റെ മുറച്ചെറുക്കനാ. അയാൾക്കുള്ള അതേ അവകാശം എനിക്ക് നിന്നോടുണ്ട്. അയാൾക്ക് മാത്രം വിരിച്ചാ പോരാ നീ നിന്റെ സപ്രപഞ്ചം. ഇടയ്ക്കൊക്കെ ഒന്ന് എനിക്കും കൂടെ ആവാം. ആ 4-5 പവനുണ്ട്. തൽക്കാലത്തെ കാര്യം നടക്കും. പിന്നെ എന്റെ മുഖത്തടിച്ചൊരു പരിഹാരമായി. കയ്യും കാലം തല്ലി ഓടിച്ചിട്ടോ വേണ്ടത്. ആ ദേവുച്ചെറിയമ്മയുടെ മുഖം ഓർക്കുമ്പോ ഒന്നിനും തോന്നണില്ല. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്റെ കുട്ടിയെ അപമാനിച്ച് അവന്റെ തലയിൽ ഇടുത്തി വീഴും. കുലത്തി പറഞ്ഞത് കുരങ്ങായി പോയിന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് തന്നെയാ നമുക്ക് സംഭവിച്ചത്. മോളതങ്ങോട്ട് മറക്കുക. 5 പവന്റേത് പോയാ 500 പവൻ ഉണ്ടാക്കി തരില്ലേ ഞാൻ എന്റെ നട്ടപ്പാതിരക്ക് പവനൊരുക്കണ കാര്യം പറയണ ബാലമാമ. എന്റെ മറ്റേ മരുവന്റെ വീരശൂര പരാക്രമങ്ങളെ പറ്റി പറയായിരുന്നു. അറിഞ്ഞു, ഭാമ പറഞ്ഞു. അവനൊരു പാവാ ബാലമാമ. ആ, നീയാ അവനെ ഇങ്ങനെ വഷളാക്കുന്നത്. പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോ ജാമ്യത്തിലെടുക്കാനും കണ്ടവന്റെ തല്ലുകൊണ്ട് എല്ലോടിഞ്ഞ് ആശുപത്രി കിടക്കുമ്പോൾ കൂട്ടിടക്കാനും ഒക്കെ നീയല്ലേ മുമ്പതിലുണ്ടാവാറ്? ഞാനും കൂടെ ഉപേക്ഷിച്ച പിന്നെ അവൻ ആരാ ഉള്ളത്? വേണ്ട കാലത്ത് അവന് നേർവഴി പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാണ്ടായപ്പോ എന്റെ ദോഷ. മാറ്റിയെടുക്കും ഞാൻ അവനെ. ബാലമാമ നോക്കിക്കോ. ബാധിച്ച ആനെ പോലെ ഉണ്ടല്ലോ കോലം. ഇന്നലെ രാത്രിയിൽ എവിടായിരുന്നു നീയെ? പാതാളത്തില്. എന്തായാലും കുഴപ്പമുണ്ടാ? വണ്ടിയിലോട്ട് കയറ. ഇങ്ങോട്ട് കയറാനാ പറഞ്ഞേ. കൊല്ലാൻ കൊണ്ടുപോകണോ? കണ്ടവന്റെ കൈ കൊണ്ട് മരിക്കണേലും ഭേദം ഈ കൈ കൊണ്ട് അങ്ങോട്ട് ഒടുങ്ങണതാ. കേറാ, താൻ തോന്നി കേറാ. ഇറങ്ങ. ഇറങ്ങടോ വാനര. നിന്നെ തല്ലാനും കൊല്ലാനും കൊണ്ടുവന്നതല്ല ഏട്ടൻ. ഷാരടി മാഷോ, ഇങ്ങോട്ട് കേറി വാ. വാ. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? നല്ല ചായ തന്നെ ആയിക്കോട്ടെ. ഫസീല, ഫസീല, 2 ചായ എടുത്തോ.
ഇതാ ഞാൻ പറഞ്ഞ കക്ഷി, മധുരയെ വീണ്ടെടുത്ത സുന്ദര പാണ്ഡ്യൻ. ഇത്തിരി കുറുമ്പുണ്ട് കയ്യില്, ഇത്തിരി പൊട്ടത്തരം മാറ്റിയെടുക്കണം ഗഫൂറെ നമുക്കത്. എന്തേ കൂടെ നിക്കില്ലേ നീ? പിന്നെന്താ മാഷേ, മാഷ് പറഞ്ഞൊരു കാര്യം തട്ടിക്കളയോ ഞാൻ? ദാ ചായ. വേണ്ട, നീ എന്താ ചായ കഴിക്കില്ലേ? കാലത്ത് രണ്ടെണ്ണം വിട്ടിട്ടുണ്ട് മോളെ. ഒരു വിസയും വിമാന ടിക്കറ്റും എന്ത് ചെലവ് വന്നാലും ഞാൻ വഹിച്ചോളാം. എത്രയും പെട്ടെന്ന് ഇവനെ കടല് കടത്തി വിടണം. നിങ്ങൾ പറഞ്ഞ് നമുക്ക് തട്ടാൻ പറ്റൂല. ഏറ്റു മാഷേ ഞാൻ. വൈകരുത്, വൈകിയാൽ ഇവൻ ഏതെങ്കിലും ജയിലിലായി പോവും. എന്താ വിശ്വാ, പൊയ്ക്കളയാലേ? എന്നെ വെറുതെ വിട്ടേക്കും ഗപ്പൂപ്പായി. ഞാൻ എത്തിപ്പെട്ട ആ നാടും കൂടെ വിടക്കാവും. ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കൊള്ളാം, എനിക്കിഷ്ടായി. ഒക്കെ ശരിയാവും ഷാരിഡി മാഷേ. വിസയും ടിക്കറ്റൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ലക്ഷ്മുട്ടി, എന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. മര്യാദക്ക് ജോലി ചെയ്തില്ലേ വൈകിട്ട് കൂലി ഒരണ തരില്ല ഞാൻ. ബാലേട്ടാ, ഏ ദേ രുക്മാവതി അടിച്ച് വന്നേക്കണോ വീട്ടില്, നെഞ്ചത്തടി നിലവിളി ഒക്കെ ആയിട്ട്. എന്താ കാര്യം? എന്താ കാര്യമെന്ന്? എന്താ എടുത്തി? എന്താ 2 ദിവസമായി ബാലരാമ എന്റെ കുട്ടി പോയിട്ട്. ഭരതനെ എങ്ങോട്ടാണെന്ന് ഒരു വിവരമില്ല. വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. വല്ലതും പറ്റിയോ കുട്ടിക്ക്? ആ വിശ്വനാഥനെ കാറിക്കയറ്റി പോണെന്ന് കണ്ടവരുണ്ട്. ഒന്നിനും മടിക്കാത്ത ചെക്കനാവൻ. 2 ദിവസമായി പഠിപ്പിക്കണോടത്തും വന്നിട്ടില്ല. നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ ഭരതൻ? ഇല്ല. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ബാലരാമ. കുളത്തിൽ കുളിക്കാൻ പോവാച്ചാലും 2 തവണ എന്നോട് പറഞ്ഞിട്ടേ അവൻ പോവൂ. എന്റെ ഈശ്വരന്മാരെ, എന്റെ കുട്ടി എവിടെ കാണാമോ പോയേക്കണേ. അച്ഛൻ പെങ്ങൾ ഇങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? ചെറിയ കുട്ടിയോ മറ്റോ ആണോ ഭരതേട്ടൻ? നാടൊട്ടുക്കും ആരാധകരുള്ള ഒരാളല്ലേ മൂപ്പര്? വല്ല പ്രസംഗത്തിനോ സപ്താഹം വായനയ്ക്കോ പോയിട്ടുണ്ടാവും. ഏടത്തിറക്കാൻ സമാനമായിട്ട്. മാഷേ, എവിടെയായിരുന്നു 2-3 ദിവസം? ഞാൻ വല്ലാണ്ടായിരിക്കണല്ലോ എന്റെ മാഷ. എന്താ പ്രശ്നം? ഒന്നുമില്ല. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. എന്തോ പ്രശ്നമുണ്ട് എന്റെ മാഷിന്. എന്താ തുറന്നു പറയുന്നോട്. ഒരു പ്രശ്നമില്ല. ഞാൻ കീഴ്പള്ളി വരെ ഒന്ന് പോയിരുന്നു. നമ്മുടെ നാരായണൻ നമ്പീശനെ. അന്നും പറയണ കേട്ടല്ലോ ആ പേര്. ആരായാള്? കാലും മുഖവും കഴുകിയിട്ട് ഒന്ന് തൊഴുതുവാ. ഞാനിവിടെ കാത്തിരിക്കാം. ഒന്ന് ചെല്ലെന്റെ ഷാരടി. ദേഹം ആസനം തണുക്കണോ? വെള്ളം തൊടാൻ വയ്യ. ആകെപ്പാടെ ഒരു പുറത്തു നിന്ന് തൊഴുതോളാം ഞാൻ. മാഷേ, അറിഞ്ഞോ മാഷേ, നമ്മുടെ കല്യാണം നിശ്ചയിച്ചു. ഇന്നലെ അച്ഛൻ പെങ്ങൾ വന്ന് അങ്ങോട്ട് തീരുമാനിക്കായിരുന്നു. ഈ മാസം 16-ാം തീയതി നടന്നില്ലെങ്കിൽ പിന്നെ 5 വർഷത്തേക്ക് വിവാഹയോഗം കാണില്ല ഭരതന്. എന്നാ അന്ന് തന്നെ നടത്താം. എന്താ ബാലരാമ? എനിക്കൊരു അസൗകര്യമില്ല എടുത്തി. എന്നാ മുഹൂർത്തം കുറിക്കട്ടെ. ഓ ആവാം. വേണ്ട ഗോവിന്ദ മാമേ. എന്താ നീ പറഞ്ഞത്? ഈ കല്യാണം നടക്കില്ല. ഭരത, എന്താ നീ പറയണത്?
പാടില്ല, ഇതൊരിക്കലും നടക്കാൻ പാടില്ല. ഒന്ന് നിക്ക. കുറച്ച് ദിവസമായി ആളെ തീ തീറ്റിച്ചോണ്ടുള്ള നിന്റെ ഈ ഒളിച്ചുകൾ ഞാൻ ശ്രദ്ധിക്കണു. സത്യം പറ, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല. എങ്കി ഈ അമ്മ പറയുന്നത് നീ കേൾക്കണം. നിന്റെ കാര്യത്തിൽ അവസാനമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നീ എനിക്ക് തരണം. തരില്ലേ? നീ തീയതി കുറിക്കുകയെന്ന ഉപദേശിക്കുകയാണെന്ന് തോന്നരുത് ഷാരടി മാഷക്ക്. ഈ തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ചേ പറ്റൂ. ഒരു പുനഃപരിശോധനയില്ല. ഇന്നത്തോടെ ഇവിടുത്തെ പിണ്ണ ഊട്ട് അവസാനിപ്പിച്ചു. ഈ രാഷ്ട്രപതി വന്ന് ദയാഹർജി എന്നാലും ഈ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? മടുത്തു, അത്ര തന്നെ. ഈ ശങ്കരൻകുട്ടി മാഷിനെ പോലുള്ള മൂർഖന്മാർക്കിടെ പണിയെടുക്കാൻ വയ്യ. നല്ലൊരു സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോണെന്ന് ഷാരടി മാഷ് മനസ്സിലാക്കണം. എനിക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല. 2 നേരം കഞ്ഞി കുടിക്കാനുള്ള വക ശാരത്തുണ്ട്. ഇനി അതില്ലാച്ചാലും 4 പുസ്തകം എഴുതി റോയൽറ്റി വാങ്ങി ജീവിക്കും. ഇനി അവിടെയും തോറ്റു അയച്ചാ കാവുമ്പുറത്ത് അങ്ങാടിയിൽ 4 പച്ചോല വളച്ചു കെട്ടി ഒരു കത്രയും കണ്ണാടിയിൽ സംഘടിപ്പിച്ച് നാട്ടുകാരുടെ ക്ഷൗരം ചെയ്ത് പഴച്ചോളം ഞാൻ. സോറി സോറി സാർ, സോറി. അങ്ങനെ ഒരുപാട് കാലത്തെ ഔദ്യോഗിക ജീവിതം ഇന്നോടെ സ്വാഹ. മീര, മനസ്സിലൊരു താജ്മഹൽ കെട്ടിപ്പൊക്കിയിട്ട് അത് തല്ലി ഉടച്ചു കളയാൻ പറഞ്ഞ നോവും അല്ലേ? നോവരുത്, കരയരുത്. കരുത്തോടെ അത് ചെയ്യണം. നീ വളരെ ബോൾഡായി. നീ ഒരുപാട് മോഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറേയേറെ ഞാനും അതിന് വളം വെച്ച് തന്നിട്ടുണ്ട്. പാടില്ല, ഒന്നും പാടില്ല. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഈശ്വരൻ സമ്മതിക്കുകയും കൂടി വേണം നന്നാവാൻ. ഇത് കഞ്ചാവാ, നല്ല അസല് കഞ്ചാവ്. 2 പുകയെടുത്ത മനസ്സൊന്ന് ശാന്താവും. വേണോ നിനക്കൊരു പുക? എന്താ എന്താ മാഷി ഇതിന്റെയൊക്കെ അർത്ഥം? അറിയണം എനിക്ക്. നോ, ഒന്നും അറിയരുത്. ആരും ഒന്നും. അറിവാണ് മനുഷ്യൻ ആധി ഉണ്ടാക്കുന്നത്. കണ്ടിട്ടില്ലേ നീ ഈ തെരുവിലെ കടലാസും കുപ്പിച്ചില്ലും പിറക്കി നടക്കണ ചില മനുഷ്യരെ? അവർക്കറിയോ ലോകമഹായുദ്ധത്തെ പറ്റി, സ്വാതന്ത്ര്യ സമരത്തെ പറ്റി, വേദവ്യാസനെയും ത്യാഗരാജ സ്വാമികളെയും പറ്റി. സോറി, കഞ്ചാവിന്റെ പിടുത്തം മുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ബ്രെയിനിൽ. സോറി മീര, ഐ എം റിയലി സോറി. എവിടുന്ന് കിട്ടി ഈ വിഷം വലിച്ചു കയറ്റാൻ? നമ്പീശൻ തന്ന, കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. ആരാ തെണ്ടി? കുറെ കാലായി കേൾക്കണു ഞാൻ. മിണ്ടിപ്പോവരുത്. ദൈവം എനിക്കല്ല. ചെല്ലുമോളെ, അവിടെ ബാലരാമൻ നിന്നെ കാണാതെ. എന്നെ ചൊല്ലി പേടിക്കാനും വേവലാതിപ്പെടാനും ഒന്നും ഈ ലോകത്ത് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക. ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി എന്റെ അച്ഛൻ പെങ്ങളെ. ദേ, വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ
അടിച്ച് നിന്റെ അണപ്പല്ലെടുക്കും ഞാൻ. ആ ആർക്കാടി നിന്നോട് ഇവിടെ ഇഷ്ടമല്ലാത്തത്? ആർക്കാ? എന്റെ മാഷ്. അറിയില്ലേ കുട്ടിയെ നിനക്ക് അവന്റെ സ്വഭാവം? നാഴികയ്ക്ക് 40 വട്ടം 40 സ്വഭാവ. അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ നിന്റെ അച്ചാച്ചനും. അവൻ വരട്ടെ, എന്താ ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ. ആരും ഒന്നും ചോദിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നെ എല്ലാരും വെറുതെ വിട്ടേക്ക്. മരിക്കാൻ പോവാ ഞാൻ. ഏതെങ്കിലും മാവും കുമ്പത്ത് കയറി കെട്ടി തൂങ്ങി നോക്കിക്കോ അച്ഛൻ പെങ്ങള്. ബാമേ, വരുന്നു. നല്ല ഉറപ്പുള്ള കുറച്ച് കയറി ഇങ്ങോട്ട് എടുത്തോളൂ. ഈ കുട്ടി തൂങ്ങി മരിക്കാൻ പോവാണത്രേ. നല്ല ഉറപ്പ് വേണേ. പൊരിച്ചാക്ക് പോലത്തെ പെണ്ണ. ഒന്ന് പതുക്കെ പറയുന്നുണ്ട് അച്ഛൻ പെങ്ങള്. ആരെങ്കിലും കേട്ടാ? ഓ, നാളെ നീ മാവിന്റെ കൊമ്പത്ത് തൂങ്ങി നിക്കണത് ആരെങ്കിലും കണ്ടാലോ? വലിയ ചന്ത ഉണ്ടാവുന്ന വിചാരം. വീണാൻ വെച്ച് കുട്ടിയൊന്ന് അടങ്ങിയിരിക്കേ. കാര്യമൊക്കെ ഞാൻ വിചാരിച്ച മട്ടി നടത്തി തരാം. അവനിങ്ങി വരട്ടെ. ഇല്ലെങ്കിലേ എന്റെ പേര് അച്ഛൻ പെങ്ങളെന്ന് മാറ്റി വല്ല കാക്കാത്തിയമ്മന്നോ മറ്റോ വിളിച്ചോളൂ നീയെ. നാളെ ഈ നേരം ആവട്ടെ, കാണിച്ചു തരണുണ്ട് ഞാൻ ഇവിടെ നടക്കാൻ പോണ എന്താണെന്ന്. എന്താ? നീ നോക്കിക്കോ പെണ്ണേ.